പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോയിട്ട് അവസാനം അത് ചിക്കൻ ബിരിയാണി ആയൊരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കിയാലോ. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കുന്ന പോലെ തന്നെ ഞാൻ മസാല ഉണ്ടാക്കി. അതായത് 3 സവോള, 2 തക്കാളി, 4 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത്. ഇതൊരു കുക്കറിൽ വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുത്തതാണ്. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് ചിക്കൻ മസാല, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് മസാല തേച്ച് വെച്ച്. ഇതിൽ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഞാൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ മുറിച്ചിരിക്കുന്നത്. അപ്പോഴാണ് പിന്നെ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതിലേക്ക് മാറിയത്. പിന്നെ ഒരു പിടി അളവിൽ മല്ലിയില, പുതിനയില, പിന്നെ ഒരു 3-4 സ്പൂണ് തൈരും 1/2 സ്പൂണ് ബിരിയാണി മസാലയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ഗ്ലാസ് അളവിൽ വെള്ളവും ചേർത്തിട്ടുണ്ട്, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പ് കറക്റ്റാണോ ഒന്നും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിന് മുകളിലായിട്ട് ദം ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പാത്രം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്കായ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്ത നെയ്ച്ചോറാണ് കേട്ടോ ഇത്. നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് നെയ്ച്ചോറിൻ്റെ ബിരിയാണീൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് മുമ്പ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നെയ്ച്ചോറിൻ്റെ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാത്തത്. നമ്മളിപ്പോൾ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ 1/4 ഭാഗം മാത്രം വേവിച്ച നെയ്ച്ചോറാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ലെയർ ഇടുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നെയ്യിൽ പൊരിച്ച സവോളയും പിന്നെ മല്ലിയിലും പുതിനയും കറിവേപ്പിലയുമാണ് കേട്ടോ. ഇനി കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 വിസിലടിച്ച് കുക്കറിലെ എയറൊക്കെ പോയതിന് ശേഷം അരമണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ തുറക്കുന്നത്. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ടാണ് 2 വിസിലിൽ വേവിച്ചെടുത്തത്. വലിയ കഷ്ണങ്ങളായിട്ടാണ് ചിക്കൻ കട്ട് ചെയ്യുന്നത് വെച്ചാൽ 3 വിസിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.